മക്കളെ, അടുത്തത് നമുക്കൊരു സമ്മ് തന്നിട്ട് 4 അരിത്തമെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വളരെ ഈസി ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്രയും പഠിച്ചതിൽ നിന്നും നമുക്ക് തനിച്ച് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. സാറിന് ശ്രദ്ധിക്കണം. സി, റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസസ്. നമുക്ക് 4 സീക്വൻസ് ഉണ്ടാക്കണം. റൈറ്റ് 4 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 100. അതായത് ആദ്യത്തെ 4 പദങ്ങളുടെ തുക 100 ആയാൽ 4 സമാന്തര ശ്രേണികൾ ഉണ്ടാക്കുക. ആദ്യത്തെ 4 പദങ്ങളുടെ തുക, ആദ്യത്തെ 4 പദങ്ങൾ ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, അല്ലെങ്കിൽ 1-ാം പദം, 2-ാം പദം, 3-ാം പദം, 4-ാം പദം, ഇതിൻ്റെ സമ്മ് അല്ലെങ്കിൽ ഇതിൻ്റെ തുക 100 നമുക്ക് 4 സമാന്തര ശ്രേണി അല്ലെങ്കിൽ 4 അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കണം. നമുക്കൊരു കാര്യം അറിയാം. നമുക്ക് 1, 2, 3, 4 ടേംസിൻ്റെ സമ്മ് 100 ആണെങ്കിൽ, അല്ലെ 4 പദങ്ങളുടെ തുക 100 ആണെങ്കിൽ, നമുക്ക് ഈ 1-ാം പദം പ്ലസ് 4-ാം പദം എന്ന് പറയുന്നത് ഈ സമ്മിൻ്റെ പകുതിയായിരിക്കും. അതായത് ഇതിൻ്റെ പൊസിഷൻ നോക്കണം, 1ഉം 4ഉം ഈ സമ്മിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ 50 ആയിരിക്കും. അതുപോലെ തന്നെ 2ഉം 3ഉം ഇതിൻ്റെ സമ്മെന്ന് പറയുന്നത്, അതായത് 2+3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെക്കൻഡ് ടൈം പ്ലസ് ഫോർത്ത് ടൈം എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും, 50 ആയിരിക്കും. ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയോ, 2, 4, 6, 8 ഇതൊരു സമാന്തര ശ്രേണിയാണ്, അല്ലെങ്കിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസാണ്. ഇതിൻ്റെ തുക എത്രയാ? 8 + 6 14, 18, 20 അല്ലേ? നമുക്കിത് 1-ാം പദത്തിൻ്റെയും 4-ാം പദത്തിൻ്റെയും, അല്ലെ ഫസ്റ്റ് ടേമിൻ്റെയും ഫോർത്ത് ടേമും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 2 + 8 10 കിട്ടും. അത് ഈ 20ൻ്റെ പകുതിയാണ്. അപ്പോൾ ശരിയല്ലേ? ഇനി 2-ാം പദത്തിൻ്റെയും 3-ാം പദത്തിൻ്റെയും, അല്ലെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും ടോട്ടൽ തുക 10. ഈ 20ൻ്റെ പകുതി എടുത്താൽ 10 കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ശരിയാണ്. ഓരോ ടേമും നമുക്ക് 4 ടേംസ് തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1-ാം പദത്തിൻ്റെയും 2-ാം പദത്തിൻ്റെയും തുക എന്ന് പറയുന്നത് ഈ ടോട്ടലിൻ്റെ പകുതിയായിരിക്കും. അപ്പം നമുക്ക് സെക്കൻഡ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും തുക എന്ന് പറയുന്നത്, അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ പകുതി 50 എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് 4 സീക്വൻസ് കാണുക. നമ്മളിത് ഇതങ്ങോട്ട് സെലക്ട് ചെയ്ത് സെക്കൻഡ് ടേമിൻ്റെയും തേർഡ് ടേമിൻ്റെയും ടോട്ടൽ 50 കിട്ടണം, അല്ലെങ്കിൽ 2-ാം പദത്തിൻ്റെയും 3-ാം പദത്തിൻ്റെയും തുക 50 കിട്ടണം. നമുക്ക് നോക്കാം. നമുക്കൊരു അസംഷൻ കൊടുക്കാം. സെക്കൻഡ് ടൈം 10 ആണെങ്കിൽ 3-ാം പദം എത്രയായിരിക്കും? 40 ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് തുക 50 കിട്ടണം. അപ്പം നമുക്ക് പൊതുവ്യത്യാസം എത്രയാണ്? കോമൺ ഡിഫറൻസ് 40 - 10 30 എന്ന് കിട്ടി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യത്തെ ടൈം എത്രയാണ്? 2-ാം പദം 10, പൊതുവ്യത്യാസം 30, കോമൺ ഡിഫറൻസ് 30. അപ്പോൾ ആദ്യത്തെ പദം സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം -20 എന്ന് കിട്ടും. അപ്പം നമുക്ക് -20, സെക്കൻഡ് ടൈം 10, തേർഡ് ടൈം അല്ലെങ്കിൽ 3-ാം പദം 10 + 30 40, അടുത്തത് 40 + 30 70. ഒരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ മക്കൾ ചെയ്യേണ്ടത്, ഈ സെക്കൻഡ് ടൈമിന് 10 കൊടുത്തു. ഇനി അടുത്തത് ഈ സെക്കൻഡും തേർഡും ടേമിന്, സെക്കൻഡ് ടേമിന് വേറൊരു വാല്യൂ കൊടുത്തു നോക്കിയേ. സെക്കൻഡ് ടേമിന് 20 കൊടുത്തു. അപ്പം നമുക്കറിയാം ഈ സെക്കൻഡും തേർഡും കൂടി 50 കിട്ടണമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് 20 ആണെങ്കിൽ തേർഡ് 30 ആയിരിക്കും. അപ്പോൾ കോമൺ ഡിഫറൻസ് അല്ലേ പൊതുവ്യത്യാസം? 30 - 20 10 വരും. അപ്പം നമുക്ക് എഴുതാം, സെക്കൻഡ് ടൈം 20 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് 10 വരുന്നതുകൊണ്ട് ഫസ്റ്റ് ടൈം 10, തേർഡ് ടൈം 30, ഫോർത്ത് ടൈം 40. ഇനി അതുപോലെ മക്കൾ തന്നെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. സെക്കൻഡ് ടേമിന് 15 കൊടുത്തു. തേർഡ് ടേമിന് അപ്പം എത്ര വരും? ടോട്ടൽ 50 വരണം.
അതുകൊണ്ട് 35 കൊടുക്കുക. അപ്പം നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം 20 എന്ന് കിട്ടി. അപ്പം നമ്മൾ ഇതുപോലെ 15 നിന്ന് 20 കുറയ്ക്കുമ്പം -5, 10, 15, 35, 55. ഇങ്ങനെ നമ്മൾ സെക്കൻഡ് ടേമിൻ്റെ വാല്യൂ മാറ്റി മാറ്റി കൊടുക്കുക. ഇനി സെക്കൻഡ് ടേമിന് 12 കൊടുത്താൽ നമുക്ക് ടോട്ടൽ 50 വരണം. അതുകൊണ്ട് 50 - 12 ഇത് 38 വരും. അപ്പോൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം 38 - 12 26 വരും. അപ്പോൾ സെക്കൻഡ് ടൈം 12 ആണ്. ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 12 - 36 -14 വരും. ഇത് 12 + 26 ആണ്, 38 വരും. ഇവിടെ 38 + 26 64 വരും. അപ്പോൾ ഇതുപോലെ 4 അരിത്തമാറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ 4 സമാന്തര ശ്രേണികൾ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ മക്കൾ, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി സാറിൻ്റെ വാട്സപ്പിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ തന്നെ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കാനും മക്കൾ മറക്കരുത്.